സ്വാഗതം. പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ത് എനർജിയാണ് താങ്കളിലേക്ക് ഇന്ന് വരുന്നതാണ് ചോദിക്കുന്നത്. നമുക്ക് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹത്തിൻ്റെ എനർജിയാണെന്നറിയാം, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണെന്നറിയാം. കപ്പുകൾ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ്റെ കാർഡുകളാണ്. പൊതുവെ കാർഡ് ചേർന്ന് വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഐക്യം, ഐശ്വര്യം, അതേപോലെ ചേർന്ന് പോവുക എന്ന് പറയുന്നൊരു എനർജിയാണ്. പൊതുവെ നമ്മൾ ബ്രേക്കപ്പോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാർഡ് വളരെ ഇതാണ്. ഇനി അതല്ലാതെ ബിസിനസ്സിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന എനർജിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചേർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ദിവസമാണെന്നുള്ളതാണ് ഈ എനർജി പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഗൈഡൻസ് നോക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കുടുംബവും സ്നേഹവും സമൃദ്ധിയുടെയും കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് നല്ലൊരു ലോങ് ടേം കുടുംബ ബന്ധത്തിൽ വിശ്വസിച്ച് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മക്കളുടെ ഇതിനെക്കുറിച്ചും എല്ലാം ആലോചിക്കേണ്ട ഒരു എനർജിയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. ഇനി എന്തിന് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ്? 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ്. 10ഉം 8ഉം എല്ലാം ധനത്തിൻ്റെ കാർഡ് തന്നെയാണ്. ഇത് ഒറ്റയ്ക്കിരുന്നൊരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പണം നേടുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ലോങ് ടേം ധനം ഉൽപ്പാദിപ്പിക്കാൻ തന്നെയാണ്. അപ്പോൾ പൊതുവെ ഇന്നത്തെ ദിവസം ഒരു ധനത്തിൻ്റെ എനർജിയാണ് ഞാൻ താങ്കൾ കാണുന്നത്, സ്നേഹത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ എനർജി വരട്ടെ. താങ്കൾക്ക് ഇന്ന് നല്ല തൊഴിൽ മേഖലയിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കട്ടെ. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പുതിയ നല്ല ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽ മേഖലയിലാണെങ്കിലും പ്രതീക്ഷിക്കാതെ ചില പണം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇനി പുതിയ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്, വർക്ക് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.